മഹായുതി സഖ്യത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മഹാരാഷ്ട്രയിലേക്ക് പോകാം. ആർ രാധാകൃഷ്ണൻ തത്സമയം ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് ആർ രാധാകൃഷ്ണൻ. മുഖ്യമന്ത്രി ഒപ്പം മന്ത്രിസഭയിൽ ആരൊക്കെ എങ്ങനെയൊക്കെ ഉൾപ്പെടണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ എവിടെ വരെ എത്തി? സുജയ, ചർച്ചകൾ പുരോഗമിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. അനൌദ്യോഗികമായിട്ടുള്ള ആശയവിനിമയമാണ് BJP ദേശീയ നേതൃത്വം രണ്ട് ഘടകകക്ഷികളുമായിട്ട്, പ്രധാനപ്പെട്ട രണ്ട് ഘടകകക്ഷികളുമായിട്ട് നടത്തുന്നത്. ശിവസേന താക്കറെ വിഭാഗവുമായിട്ടും ശിവസേന ഷിംഗ്ഡെ വിഭാഗവുമായിട്ടും ഒപ്പം NCP അജിത് പവാർ വിഭാഗവുമായിട്ടാണ് ആ ചർച്ചകൾ നടത്തുന്നത്. നമുക്ക് അതിനുശേഷം ഈ നിയമസഭാ കക്ഷി യോഗം ചേർന്നതിന് ശേഷം ഷിംഗ്ഡെ വിഭാഗത്തിന്റെ പ്രതികരണമായിട്ട് പുറത്തു വന്നിരിക്കുന്നത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ ഒരു അഭിപ്രായ ഭിന്നതയും നിലവിലില്ല. ഒരുമിച്ച് നിന്നുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ആരാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രതീക്ഷ അവർ പ്രകടിപ്പിച്ചില്ല എന്നുള്ളത് തന്നെ നടക്കുന്ന ചർച്ച ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയായി നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ RSS നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം BJP നേതൃത്വത്തിന് ശിരസാവഹിച്ചേ മതിയാകൂ. RSS നേതൃത്വം നിലവിലുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റാരെയും നിർദ്ദേശിക്കേണ്ട എന്ന ഒരു അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഷിംഗ്ഡെക്ക് മറ്റൊരു അവസരം ലഭിക്കുമോ എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും നിലവിലില്ല. ദേവേന്ദ്ര ഫട്നാവിസ് ഇതിനകം തന്നെ BJPയുടെ ദേശീയ നേതാക്കന്മാരുമായിട്ട് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മന്ത്രിസഭയുടെ ഘടനയടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ധാരണ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ദേവേന്ദ്ര ഫട്നാവിസിനെ സംസ്ഥാന BJP അധ്യക്ഷൻ എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ആലോചന ഉണ്ടായിരുന്നെങ്കിലും അത് വേണ്ട എന്ന് പിന്നീട് തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. കാരണം അത് RSS നേതൃത്വത്തിന് സ്വീകാര്യമല്ല എന്ന ഒരു ബോധ്യം വന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ആ വിധത്തിൽ ചർച്ചകൾ പിന്നീട് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടത്. നിലവിലുള്ള സാഹചര്യത്തിൽ 25-ാം തീയതി സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. വാങ്കഡെ സ്റ്റേഡിയത്തിലായിരിക്കും സത്യപ്രതിജ്ഞ ഉണ്ടാവുക. പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് അവരുടെ വ്യത്യസ്ത ഘടകകക്ഷികൾ യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവലോകനമാണ് നടന്നത്. അവരെല്ലാം പ്രതികരിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള ഫലമാണ് ഉണ്ടായിരിക്കുന്നത്. ഫലത്തെ അംഗീകരിക്കുന്നു എങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഫലത്തിന്റെ മൂലകാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വളരെ ശക്തമായിട്ടുള്ള പരിശോധന തങ്ങൾ നടത്തും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. മന്ത്രിസഭയുടെ ഘടന, മുഖ്യമന്ത്രി ആര് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത ഒരുപക്ഷെ ഇന്ന് രാത്രിയോടുകൂടി ഉണ്ടാകുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തും എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ. ശരി, ആർ രാധാകൃഷ്ണനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.